ചുറ്റും കാണുന്ന നിഴലുകളെ പോലും സംശയത്തോടെ കാണണമെന്നാ തോന്നുന്നത്. എന്താ തോന്നലിന് കാരണമെന്നാ എനിക്കറിയേണ്ടത്. അവധിയെടുപ്പിച്ച മാനേജരോ അതോ ശങ്കരനാരായണനോ നിന്നെ ഭീഷണിപ്പെടുത്തുവോ മറ്റോ ചെയ്തോ? എങ്കിൽ അവരെ ഇപ്പൊ പിരിച്ചുവിടാൻ ഞാൻ. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ മറ്റാരോ ഭീഷണിപ്പെടുത്തിയെന്നല്ലേ അർത്ഥം? ഇല്ലമ്മേ, പ്രത്യക്ഷമായി അങ്ങനെയൊരു ഭീഷണിയില്ല. അമ്മയോട് തുറന്നു പറയാം. ഓരോ ദിവസം കഴിയുന്തോറും വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടു വരുന്നൊരു കാര്യമുണ്ട്. ഞാനിവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു അധികപ്പറ്റാണെന്ന്. മോളെ, അതെ അമ്മേ, ആർക്കും ആവശ്യമില്ലാത്തൊരാൾ, എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരു കഥാപാത്രം. പലർക്കും സ്വകാര്യമായി പറഞ്ഞു ചിരിക്കാനുള്ള വക ഞാൻ കാരണം ഉണ്ടാവുന്നു. അല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ മോക്ക് എങ്ങനെ ഇത്തരത്തിലൊരു തോന്നലുണ്ടായി? അമ്മ മാത്രമാണ് ഇവിടെ എനിക്ക് പരിഗണന തരുന്ന ഒരേ ഒരാൾ. അത് മതിയോ? അമ്മ തന്നെ പറയൂ, മതിയോ? ഞാൻ അറിയാത്തൊരു ജീവിതമുണ്ട് എന്റെ ഭർത്താവിന്. എന്താ എന്താ നീ പറഞ്ഞേ? എന്താ പറഞ്ഞതെന്ന്? മോൾ അറിയാത്ത എന്ത് ജീവിത ഉദയനുള്ളത്? നാടകം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനൊരു ജീവിതം. നാടകത്തിന് വേണ്ടി സമയം കണ്ടെത്തിക്കോട്ടെ, അതിലെനിക്ക് പരാതി ഒന്നുമില്ല. അങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ അതിനൊപ്പമില്ലെങ്കിലും കുറച്ചെങ്കിലും പരിഗണന കിട്ടാൻ എനിക്ക് അർഹതയില്ലേ? കുറഞ്ഞ പക്ഷം അവഗണിക്കാതിരിക്കാനുള്ള അവകാശമെങ്കിലും ഇല്ലേ? മതി മോളെ, എനിക്ക് മനസ്സിലായി നിന്റെ പ്രയാസം. പരിഹാരമുണ്ട്. ഉദയന് ഒരു ഭാര്യ മതി. ഭാര്യയുടെ സ്ഥാനത്ത് നാടകവും വേണ്ട, ബാലയും വേണ്ട. എന്റെ മോള് മാത്രം മതി. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. അമ്മേ, മോളൊന്നും ഇനി പറയണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എന്റെ മുഖത്ത് നോക്ക്. ഇവിടെ പെണ്ണുങ്ങളോട് കൊഞ്ചിക്കൊഴയാൻ ഒട്ടും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അതിനെ എന്നെ കിട്ടുകയില്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും സുരേഖയ്ക്ക് ഉണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചോ. അത് വേണ്ട. സാറിനെ പറ്റി എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല സർ. ഓക്കെ, എങ്കിൽ കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. അഡ്വാൻസ് തന്ന് സുരേഖയെ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഞാനാ, അല്ലാതെ ഇയാൾ ഇങ്ങോട്ട് കൊട്ടേഷൻ തരികയല്ല ചെയ്തത്. എനിക്ക് അറിയേണ്ടത് ഇതാ, സുരേഖയ്ക്ക് ഉദയനെ ഇതിനു മുമ്പ് അറിയോ? പരിചയമുണ്ടോ? ഇല്ല. ഉദയന് നിന്നെ പരിചയമുണ്ടോ? അതിപ്പോ ഞാൻ എങ്ങനെയാണ് സാർ ഉറപ്പിച്ച് പറയുന്നത്? സുരേഖയ്ക്ക് അറിയില്ലേ? ഇല്ല സർ, എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധമില്ലെന്ന് ഞാൻ എവിടെയും പറയാം. കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഉദയം പറയുന്നു അവന് വേറൊരു പെണ്ണുണ്ട്, അതിലൊരു മോളും ഉണ്ടെന്ന്. സുരേഖയ്ക്കുമുണ്ടൊരു മോള്. എങ്കിൽ പറയാം. എന്തോന്ന്? അദ്ദേഹം പറയുന്ന ആ ബന്ധം, ആ രഹസ്യഭാര്യ മകളും, അത് 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 മറ്റോ ആരോ ആയിരിക്കും. ഓ മൈ ഗോഡ്. ഞാനല്ല. ഓ, ടോട്ടലി കൺഫ്യൂഷൻ ആയല്ലോ. ഇനിയിപ്പ എന്താ ചെയ്യാ?
ഉദയൻ എങ്ങോട്ടോ പോകാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനുള്ള മറുപടി എനിക്ക് ഊഹിക്കാം. പക്ഷേ നിന്റെ മറുപടി ആവശ്യമുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ആദ്യമായിട്ടല്ല ഈ കാര്യം നിന്നോട് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഇതുവരെ തന്ന മറുപടിയല്ല എനിക്ക് വേണ്ടതും. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്ഥിരമായിരിക്കും. സീസൺ അനുസരിച്ച് അത് മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ തവണ തന്നെ ഉത്തരം ശരിയല്ലെങ്കിലോ? അപ്പം മാറ്റാലോ. അല്ല, നീ എന്തിനാ നന്ദനെ കല്യാണം കഴിച്ചത്? അതാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത്. എന്റെ ചോദ്യം ഉത്തരവൊക്കെ അവിടെ നിൽക്കട്ടെ. നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ഇതേ കാര്യം ഒന്ന് ചോദിച്ചു നോക്ക്. അവിടെ നിന്ന് നിനക്കൊരു മറുപടി എന്തായാലും കിട്ടൂല്ലോ. അതെന്താണെന്ന് എന്നോട് പറഞ്ഞാൽ മതി. അവളെ നോക്കി കണ്ണുരുട്ടണ്ട. ഞാൻ പറഞ്ഞിട്ടാ നന്ദന വന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഉദയ. മനസാക്ഷിയോട് ഞാൻ ചോദിക്കുകയായിരുന്നു. അവിടുന്ന് പ്രതികരണമൊന്നുമില്ല. അല്പം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കാം. എന്തെങ്കിലും മറുപടി കിട്ടുമായിരിക്കും. വേണ്ട, മറുപടി ഞാൻ പറയാം. അത് ഉദയന്റെ ഈ ധിക്കാര മനോഭാവത്തിനുള്ള മറുപടി കൂടിയാണെന്ന് അങ്ങ് കൂട്ടിക്കോ. സ്വന്തം അമ്മയുടെ അന്ത്യാഭിലാഷം സാധിക്കാൻ വേണ്ടിയാണെങ്കിലും നീ ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടി. ഈ കുട്ടിയുടെ കഷ്ടകാലത്തിന് അത് ഇവളായിപ്പോയി. കഷ്ടകാലത്തിനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഈ കുട്ടിയുടെ ഇതുവരെയുള്ള അനുഭവം. നന്ദനയായതുകൊണ്ട് ഈ നാളുവരെ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ ഉദയ, ഒരു പെണ്ണ് ഭാര്യയായി കൂടെയുള്ളപ്പോ അവളില്ലാത്ത മറ്റൊരു ജീവിതം നിനക്കുണ്ടായിക്കൂടാ. ആ ഭാര്യ അറിയാത്ത ഒരു വഴിയിലൂടെയും ഭർത്താവായി നീ സഞ്ചരിക്കാൻ പാടില്ല. നിന്നോട് സംസാരിച്ചത് ഞാനാ. എന്റെ നേരെ നോക്ക്. നന്ദനയ്ക്ക് തുല്യമോ അതിനു മുകളിലോ സ്ഥാനം നൽകി നീ മനസ്സുകൊണ്ട് വേലി കഴിച്ച മറ്റൊരു ഭാര്യയില്ലേ? ആര്? ആരുടെ കാര്യ പറയുന്നത്? നാടകം. നിന്റെ ഒരു അവസാനിക്കാത്ത നാടകപ്രേമം. ഇനി ഉദയൻ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോ മോളെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകണം. യാത്ര ചെയ്യണം, ഉറക്കമൊഴിയണം, ഭക്ഷണം ശരിയാവില്ല മുതലായ തട്ടുമുട്ട് ന്യായം ഒന്നും പറയണ്ട. എല്ലാം സഹിക്കാൻ ഇവള് തയ്യാറാ. അഥവാ ബുദ്ധിമുട്ട് തോന്നുമ്പോ നന്ദന പറയട്ടെ. അപ്പം നമുക്ക് ആലോചിക്കാം തുടർന്ന് എന്ത് ചെയ്യണമെന്ന്. മനസ്സിലായല്ലോ?
മുന്നോട്ട് പോകുന്നത് എങ്ങനെ നോക്കിയാലും അപകടമാണ്. അതുകൊണ്ട് എന്ത് പരീക്ഷണം നടത്തിയിട്ടായാലും സത്യം കണ്ടുപിടിക്കണം. അവൾ ഉദയേട്ടൻ്റെ രഹസ്യ ഭാര്യയാണോന്ന് അറിയണം. എന്തെങ്കിലും ഒരു ഐഡിയ പറ കാർത്തികേ. നമുക്ക് ആ സാധനത്തിനെ കൊണ്ട് ഉദയേട്ടനൊന്ന് ഫോൺ ചെയ്യിച്ചാലോ? എങ്ങനെ? ഉദയേട്ടന്റെ നമ്പർ അവൾക്ക് കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിക്കാൻ നമ്മൾ പറയുന്നു. ഞാൻ അവളെ വാച്ച് ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ നിൽക്കും. നിങ്ങൾ ഉദയേട്ടന്റെ പ്രതികരണം അറിയാൻ അപ്പുറത്തുണ്ടാവണം. അവർ തമ്മിൽ മുൻപരിചയം ഉണ്ടെങ്കിൽ കോൾ വരുമ്പോഴുള്ള ഉദയേട്ടന്റെ മുഖഭാവത്തിൽ നിന്ന് കാര്യം പിടികിട്ടും. സംസാരത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അതിന് ഉദയേട്ടനെ വിളിക്കുന്നത് അവളാണെന്ന് ഞാനെങ്ങനെ അറിയും? അതിന് തൊട്ടു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു മിസ് കോൾ തരും. അതൊന്നും ശരിയാവില്ല, ഏക്കില്ല. എന്നാ മറ്റൊരു പണിയുണ്ട്, പറയട്ടെ? ആ പറ. പല മണ്ടത്തരങ്ങൾ പറയുമ്പോഴല്ലേ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആവുള്ളൂ. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? നീ പറയുന്നേ. നന്ദന ഓഫീസിലുള്ള ഒരു ദിവസം നടിയേയും അവരുടെ മോളെയും അവിടെ എത്തിക്കണം. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഉദയേട്ടനെയും ഓഫീസിൽ കൊണ്ടു ചെല്ലണം. അതുകൊണ്ടെന്താ? ഓർക്കപ്പുറത്ത് തമ്മിൽ കാണുമ്പോൾ തീർച്ചയായും ഒരു നിമിഷത്തേക്കെങ്കിലും കള്ളം പൊളിയും. ആ ഒരു നിമിഷം മതി നമുക്ക്. അതിന് അവരുടെ മോളും വേണമെന്ന് പറഞ്ഞത്. ഉദയേട്ടനും രഹസ്യക്കാരിക്കും ചിലപ്പോൾ മുൻപരിചയമില്ലെന്ന് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കൊച്ചിനെ കാണുമ്പോ അത് സ്വന്തം മോളാണെങ്കിൽ അഭിനയിക്കാൻ മറന്നുപോകും. അങ്ങനെ വന്നാ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് പിടികിട്ടിയോ? എന്താ? നന്ദനയുടെ കൺമുൻപിൽ വെച്ചല്ലേ എല്ലാം വെളിപ്പെടാൻ പോകുന്നത്. അവൾ തന്നെ ബാക്കി കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിക്കോളും. നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിന്നാ മതി. അത് ശരിയാ. എങ്കിൽ ഈ പദ്ധതി പ്രതാപേട്ടന്റെ മുന്നിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണം. നമ്മുടെ പ്ലാൻ എന്താണെന്ന് ആ നാടകക്കാരി ഊഹിക്കാൻ പോലും പാടില്ല. അത് ഞാൻ ഏർപ്പാടാക്കാം. അതിനു മുമ്പ് ഓഫീസിലൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ട്. ആ അക്കൗണ്ടന്റില്ലേ സജീവ്, നന്ദനയുടെ സ്വന്തം ഉപദേഷ്ടാവായിരിക്കും അവൻ. അവനൊരു ചെറിയ സ്വീകരണം കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. മാഡം. ആ സജീവ്, ഞാൻ എന്താ മാഡം ചെയ്യണ്ടേ? എന്തു പറ്റി സജീവ്? ഇത് കണ്ടോ മാഡം, ഒന്ന് നോക്കണം. ഇതെന്താ ചെക്ക്? മറ്റേ പേപ്പർ കൂടി മാഡം ഒന്ന് നോക്കണം. ഇതാരാ തന്നത്? യതീന്ദ്രൻ സാറ്. ഞാൻ പറയുന്ന കേൾക്കാൻ പോലും സന്മനസ് കാണിച്ചില്ല. ഒരു മിനിറ്റ്. ഹലോ. ആ അമ്മ ഞാനാ. ആ എന്താ മോളെ ഇപ്പൊ വിളിച്ചത്? വിളിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. എന്താന്ന് പറ. ഇവിടെ ചില ഡിസ്മിസിലൊക്കെ നടന്നു. ഡിസ്മിസ് ചെയ്തോ? അതെ, പിരിച്ചുവിട്. സജീവില്ലേ അമ്മേ, കള്ളക്കച്ചവടത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് കാണിച്ചെന്ന അക്കൗണ്ടന്റ്. അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് യതിയേട്ടൻ ലെറ്റർ കൊടുത്തിരിക്കുന്നു. ശമ്പളത്തിന്റെ ബാക്കിയുള്ള ചെക്കും ഉണ്ട്. അത് കൊള്ളാലോ. അത്രയ്ക്കൊക്കെ ആയോ യതീന്ദ്രൻ? സജീവ് സങ്കടമായിട്ട് എന്റെ അടുത്ത് വന്നേക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? യതിയേട്ടൻ ഞാൻ വിളിച്ച് ചോദിക്കണോ അതോ അമ്മ ചോദിക്കോ? നന്ദന ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിന്നോട് ചോദിച്ചിട്ടാണോ യതി ഈ തോന്നിയാസം ഒക്കെ കാണിച്ചത്? അതുകൊണ്ട് മോക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ചെയ്യുക. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം. എന്നാലും അമ്മേ. ഒരെന്നാലും ഇല്ല. എന്റെ അഭിപ്രായം അറിയാനല്ലേ മോള് വിളിച്ചത്. ഇപ്പൊ പറഞ്ഞതാണ് എന്റെ അഭിപ്രായം. യുക്തം പോലെ ചെയ്യാ കേട്ടോ.
ശരി അമ്മേ. മാഡം. സജീവ് പുറത്തൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം. പ്ലീസ്. ശരി മാഡം. നീ എന്താ പിന്നെ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നത്? സർ, നിനക്ക് ഞാൻ ടെർമിനേഷൻ ലെറ്റർ തന്നല്ലേ, പിന്നെന്താ ഇവിടെ കാര്യം? നന്ദന മാഡം പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. ഓ, അവളുടെ വകയെ വല്ല നക്കാപ്പിച്ചും തന്നുവിടാനായിരിക്കും. കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് സ്ഥലം വിട്ടോളണം, മനസ്സിലായോ? ഈ ഏരിയയിൽ ഇനി കണ്ടുപോകരുത്. എന്താ മാഡം? അക്കൗണ്ടന്റ് സജീവ് പുറത്തിരിപ്പില്ലേ? ഞാൻ വിളിക്കുന്നു പറ. ശരി മാഡം. മാഡം. ഇരിക്കൂ. വേണ്ട മാഡം. ദാ. മാഡം, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. വിശ്വസിക്കണം. മിസ്റ്റർ സജീവ് രാമനെ മാനേജറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആയത്. മാഡം, അമ്പരക്കേണ്ട കാര്യമില്ല. ഇതാരോടുള്ള വാശി തീർക്കലല്ല. നിങ്ങൾ ഈ പ്രൊമോഷൻ അർഹനാണ്. നേരത്തെ പറഞ്ഞില്ലെന്നുള്ളൂ മാഡം. എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ കുറച്ച് കഷ്ടത്തില്ല. അമ്മയ്ക്ക് സുഖമില്ല, അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാൻ വയ്യ. അതൊരു വശം. നേരത്തെ സജീവ് ഇത് പറഞ്ഞിരുന്നെങ്കിലും ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവുമായിരുന്നില്ല. ജോലിയോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അതിനാണ് മുൻഗണന. സെന്റിമെന്റ്സ് ഒക്കെ പിന്നെ വരുന്നുള്ളൂ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇതിന്റെ പേരില് കടപ്പാടോ വിധേയത്തോ ഒന്നും വേണ്ട, മനസ്സിലായോ? സജീവ് പോയിക്കോളൂ. അക്കൗണ്ടന്റിന്റെ ചെയറിലേക്കല്ല, മാനേജറുടെ റൂമിലേക്ക്. ശരി മാഡം. ചെല്ലു. എന്നിട്ട് ബാക്കി പറ സാറേ. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റുമോ? ബാക്കി പിന്നെ. സാർ അങ്ങനെയെല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കും, എന്നിട്ടത് മറക്കുകയും ചെയ്യും. നിന്റെ കാര്യം ഞാൻ എന്നാ മറന്നിട്ടുള്ളത്? കഴിഞ്ഞ മാസം പറഞ്ഞതല്ലേ ടെക്സ്റ്റൈൽസ് ചെന്ന ഇഷ്ടം പോലെ ചുരിദാറ മാറ്റിയെടുത്തോളാൻ. പിന്നീട് ഒഴിഞ്ഞു മാറി. ഇപ്പോഴത്തെ സാഹചര്യം നിനക്കറിയില്ലേ? വരട്ടെ, എല്ലാം ശരിയാക്കാം നമുക്ക്. സാറേ, എന്താടോ? ആ അക്കൗണ്ടന്റ് സജീവിന് വട്ട എന്ന് തോന്നുന്നു. സാർ അവനെ പിരിച്ചുവിട്ടോടെ സമനില തെറ്റിയതായിരിക്കും. അവൻ ദേ മാനേജറുടെ കസേര കയറിയിരിക്കുന്നു. എന്താ? ആ, അല്ലേ യതീന്ദ്ര സാർ വന്ന് നോക്ക്.
എഴുന്നേക്കടാ. അല്ല സാർ, എഴുന്നേക്കാൻ. Yeah.